കൊടുക്ക ദാസേട്ടാ, കടിച്ചു പറിക്ക് ദാസേട്ടാ. സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കൂന്ന് പറ. ഇതിനൊക്കെ ആരുടെ ഇങ്ങനത്തെ പരിപാടിക്ക് വിളിക്കുന്നത് അല്ല, അറിയത്തില്ല. ആ ഒരു പാട്ട് പാടി കൊളാക്കിന്നല്ലാതെ എന്ത് പറയാനാ. കൂടെ പാടുന്ന വയ്യും പിന്നെയും കുഴപ്പമില്ല. അവിടെ ഇരുന്ന് ആൾക്കാർ കൂവി വിളിച്ചിട്ടുണ്ടാവും, അല്ലെ കല്ലെറിഞ്ഞിട്ടുണ്ടാവും, ചീമൊട്ട എറിഞ്ഞിട്ടുണ്ടാവും. അമാതിരി അപരാധം. എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നത്? ആദ്യം പറഞ്ഞാൽ ഇവരെ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വിളിക്കുന്നവരെന്താ ഉദ്ദേശിക്കുന്നത്? എന്തുവാ ഇവരിപ്പോൾ സോഷ്യൽ മീഡിയയിലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു താരമായതുകൊണ്ടായിരിക്കാം ഉത്സവപ്പറമ്പിലൊക്കെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം ഇവരെ കൊണ്ട ഫ്രണ്ടിൽ നിർത്തി ആള് കൂടുമല്ലോ. അപ്പം എത്ര കൊള്ളാത്ത പരിപാടിയാണെങ്കിലും ആള് വരുമെന്ന് ഓർത്തിട്ടായിരിക്കാം ഇതിനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ അമ്പലങ്ങളിലും ഒക്കെ പരിപാടിക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമാതിരി അപരാധങ്ങളാണ് വന്ന് പാടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ കൂവി വിളിക്കും, പറ്റുവാണെങ്കിൽ ചാണാൻ വാരി എറിയും. അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? എന്തുവാണ് കാണിച്ചു കൂട്ടുന്നത്? സത്യം പറഞ്ഞാൽ ഇവർക്ക് പറ്റിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഇനാഗ്രേഷൻസിന് പോവുക, വല്ല പ്രൊമോഷൻ ചെയ്യുക, അല്ല വല്ല ആൽബം അഭിനയിക്കുക, അതൊക്കെയാണ് നല്ലത്. അല്ലാതെ ഇതുപോലുള്ള പരിപാടിക്ക് അമ്പലപ്പറമ്പിലൊക്കെ പോയി പാട്ട് പാടി ആൾക്കാരെ വെറുപ്പിക്കല്ലേ. ഓൾറെഡി നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിലെല്ലാം ഇരണാസുന മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന ചില കുൽസിത പ്രവൃത്തികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വെച്ചങ്ങ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും കേട്ടാലും തെറിവിളി കേട്ടാലും നെഗറ്റീവ് കേട്ടാലും ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ വീണ്ടും വീണ്ടും ഓരോ വൃത്തികേട് കാണിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. ദേ പുതിയൊരു റീൽസുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിന്റെ താഴെ വരുന്ന കമന്റുകളുണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ രേണുസുധിയുടെ റീൽസ് ഒക്കെ കാണുമ്പോൾ അതിന്റെ കമന്റാ പോയി നോക്കുന്നത്. കാരണം ചിരിച്ചിരിച്ചൊരു വഴിയാകും. അതുപോലത്തെ തെറി കമന്റുകള്, ട്രോളുകള്, എന്തൊക്കെ കമന്റാ വരുന്ന. ഒരു നാണോ ഇല്ല, ഉളുപ്പില്ലാതെ എന്നാലും വരും. കാരണം റീച്ച് മതിയല്ലോ. ഇതുപോലെ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി മുന്നോട്ട് പോവുക, പൈസ ഉണ്ടാക്കുക. പക്ഷേ ഈ നെഗറ്റീവ് റീച്ച് അധികം നാൾ ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ശാരിക, ഹോട്ട് സീറ്റ് ശാരികയെ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ശാരിക എത്തിയിട്ടുണ്ട് രേണുസുധിക്ക് സപ്പോർട്ടുമായിട്ട്. ആ സ്ത്രീ സന്തോഷമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത്? നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ എവിടെയൊക്കെ നടക്കുന്നു. ഭൂഗോളത്തിന്റെ സ്തംഭനം ഇപ്പോ സോഷ്യൽ മീഡിയയിലാണ്. അത് പോസിറ്റീവ് സ്തംഭനമാക്കി മാറ്റുക. അതാകുമ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. എന്തിനാണ് നമ്മുടെ വളർന്നൊരു സമൂഹത്തെ നശിപ്പിക്കുന്നത്? അപ്പൊ നമ്മുടെ ഹോട്ട് സീറ്റ് ശാരിക പറഞ്ഞു കേട്ടല്ലോ, ആ കുട്ടി വളർന്നു വരട്ടെ. നമ്മുടെ വളർന്നു വരുന്ന തലമുറയൊക്കെ രേണുസുധിയെ കണ്ടു വേണം വളരാൻ. കാരണം വിധവകളൊക്കെ ഇങ്ങനെ ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പാടില്ല, നല്ല രീതിയിൽ ജോലിയെടുത്ത് ജീവിക്കരുത്. പകരം രേണുസുധിയെ പോലെ ഇങ്ങനെ കാള കളിക്കാൻ അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ എന്നാണ് ഇവിടെ ഈ പറയുന്ന ശാരികയും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമ്മളും സപ്പോർട്ടൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ ആൽബവും അല്ല ഇനാഗ്രേഷനും അതൊക്കെ ചെയ്ത് അവർ ജീവിക്കട്ടെ. പക്ഷേ റീച്ചിന് വേണ്ടി, നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈൻ ചാനലുകാരുടെ മുന്നിൽ നിന്ന് ഓരോ നായകന്മാരുമായിട്ട് കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾ അത് കണ്ടിട്ട് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. പബ്ലിക്കായിട്ട് വന്ന് ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്ക് ദാസോട്, കുറച്ചുകൂടെ റൊമാൻസ് കുറച്ചുകൂടെ. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഈ സിനിമയ്ക്കകത്ത് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഫിലിമിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ മനസ്സിലായി യഥാർത്ഥ സംഭവമാണെന്നുള്ളത്. ഈ ദാസൻ ചേട്ടനും രേണു ചേച്ചി കണ്ട അഭിനയിക്കണുണ്ടല്ലേ, അഭിനയിക്കല്ല കേട്ടോ, അവര് ജീവിക്കണം. ഏതെങ്കിലും ഒരു കഥാപാത്രം കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ജീവിക്കുവാണ്. എനിക്ക് ഇപ്പൊ മനസ്സിലായി സിനിമയിലുള്ള എല്ലാം ഒറിജിനൽ ആണെന്നുള്ളത്.
അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് നടനും വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കുടുംബത്തിൽ വരെ പ്രശ്നമുണ്ടായി. ഇവരൊക്കെ അങ്ങ് ജീവിക്കുവാണെന്ന്, പിന്നെ എന്ത് ചെയ്യാനാ? കണ്ടല്ലോ, ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഇവൾക്കെതിരെ, അതായത് ഈ വിധവയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടൊന്നുമല്ല, ഇതിന് പറയുന്ന പേര് വേറെയാണ് കേട്ടോ. നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയിൽ. കൊടുക്ക് ദാസേട്ടാ, കടിച്ച് പറിക്ക് ദാസേട്ടാ. അയ്യോ, ദാസേട്ടൻ ഒരു കുറുമ്പൻ തന്നെ. ഒരവസരം കിട്ടിയ പോയിട്ട് കടിച്ചു പറിക്കുകയാണല്ലോ. കുറുനരി കൊള്ളാം മക്കളെ, കൊള്ളാം. ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനമുള്ളത്. ഇതെല്ലാം കണ്ട് സുധിച്ചേട്ടൻ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. പഴങ്കഞ്ഞിയാണെങ്കിലും പട്ടി നക്കിയാ പോയില്ലേ. പിടിക്ക്. ഇടുപ്പിൽ കഴുത്തിന് മാത്രമല്ല സാമ്പ് ദാസേട്ടാ പിടിച്ച് കളയും കൊണ്ട്. വല്ലാത്ത ജാതി. പാവം സുധിച്ചേട്ടൻ. സുധിച്ചേട്ടൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്ന്. അയ്യോ, ഇത് കഴിഞ്ഞിട്ട് ദാസേട്ടന്റെ ടപ്പോട് അതോടെ ആകുമ്പോഴത്തേന് പൂർണ്ണമാകും. ഇതുപോലുള്ള വീഡിയോ ഒക്കെ എടുത്തു വെച്ച ആൾക്കാർ പറയുന്ന വൃത്തികേടുകളുണ്ടല്ലോ, ഇതൊക്കെ പറയിപ്പിക്കുന്നതാ. കാരണം ആൽബം ഷൂട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിക്ക് നടക്കട്ടെ. പകരം ഈ ഓൺലൈൻ ചാനലുകാരെ കൊണ്ട് ചുറ്റിലും നിർത്തിയിട്ട് അവരുടെ ആൽബത്തിലുള്ള സീനുകളെല്ലാം ഓൺലൈൻ ചാനലുകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ ആൾക്കാർ ഈ രീതിയിലല്ലാതെ പിന്നെ ഏത് രീതിയിൽ പ്രതികരിക്കണം? ഇതിനും പറയാൻ ന്യായീകരണങ്ങളുണ്ട്. ഞങ്ങൾ അഭിനയിക്കുമല്ലേ, ഞങ്ങൾ ആൽബം ഷൂട്ട് ചെയ്യുമല്ലേ എന്ന് നാണം കെട്ട പരിപാടി കാണിച്ചിട്ട് ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് രേണുസുധിക്ക് പൊള്ളുന്നത്. പതിനേഴാമത്തെ വയസ്സിൽ 18ാമത്തെ വയസ്സ് വരുന്ന കുരുകൾ അപ്പം രേണുവിന് വരുന്നു. 17 18 വരില്ല ഇങ്ങനെ കുരു സാധാരണ വരുന്നത്.